ഹലോ! ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഈ കലാപരിപാടിയായിട്ടാണ് ഞാൻ എണീക്കുന്നത് തന്നെ. ഞാൻ ആദ്യമേ എഴുന്നേൽക്കുന്ന ഉടനെ അമ്മയോടും അച്ഛനോടും ചോദിക്കും പിള്ളാരെന്തിയേന്ന്. എന്നിട്ട് ഓടി വന്ന് ഇവരെ താലോലിച്ചുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, കാരണം നമ്മുടെ വീട്ടിലെ നമുക്ക് എന്തെങ്കിലും ഒരു പെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക വൈബാണ്. അത് ഇപ്പം ഡോഗാണേലും ക്യാറ്റാണേലും ഒരു മീനാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ കിളികളാണെന്ന് പറഞ്ഞാലും ഞാൻ എപ്പോഴും പറയും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഇതാണ്, ടൈം പോകുന്നത് അറിയത്തില്ല. പിന്നെ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് മനുഷ്യന്മാരെക്കാളും സ്നേഹം ഒരാളെ താലോലിച്ച് കഴിഞ്ഞു. ഞാനിപ്പോൾ ഇപ്പുറത്ത് വേറൊരാളിപ്പുണ്ട്, ആ ആളെ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അവന് സങ്കടമാവും, അവനെ പൊക്കുവാണേ. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ 2 പിള്ളേരാണ് ഇവർ. ലാസ്റ്റിലായിട്ടുണ്ടായത് ചെറിയ പിള്ളേരാണ്. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് ഈ ആട്. ശരിക്കൊരു ആടുജീവിതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ ലൈഫുമായിട്ട് ഞങ്ങളുടെ അച്ഛൻ, അമ്മ, ഞാൻ, അങ്ങനെ ഞങ്ങളുടെയൊക്കെ ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേരാണ് ഇവർ. ഇവരോടുള്ള നിമിഷങ്ങളൊക്കെ നമുക്ക് ഭയങ്കര രസമാണ്. ഞാൻ എപ്പോഴും പറയും, എൻ്റെ കൂട്ടുകാരോടാണെങ്കിലും ഞാൻ പറയും, എൻ്റെ കൂട്ടുകാർക്ക് പലർക്കും അതിശയമാണ് ഇവരോട് ഞാൻ കഥ പറയുന്നത്. കണ്ടില്ലേ, താലോലിക്കും. ഞാൻ ഇവരോട് സംസാരിക്കാറുണ്ട്, ഇവരെ എടുക്കാറുണ്ട്, കഥ പറയാറുണ്ട്. ഇവരെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. കണ്ടോ, ഞാനപ്പം ഒരു പാത്രത്തിലൊരു പാലെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുമ്പേ 2 ചെറുക്കന്മാർ കണ്ടില്ലേ, അവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അവന്മാർ അമ്മയ്ക്ക് പാല് കുറവാണ്. അപ്പം നമ്മൾ പാല് കൊടുത്തില്ലെങ്കിൽ അത് പണിയാവും, അവർക്ക് ജീവിക്കണ്ടേ. അപ്പം ഞാൻ ഇച്ചിരി പാല് കൊടുക്കുകയാണ്. നേരത്തെ ഇവന്മാരുടെ ചേട്ടന്മാരുണ്ടായിരുന്നു, അവന്മാർക്കും പാല് കുറവായിരുന്നു. അപ്പം ഞാനിങ്ങനെ പാല് കൊടുത്താണ് അവന്മാരെ നമ്മൾ വളർത്തിയത്. ഇവന്മാർക്കിപ്പം 2 ആഴ്ച ആയതേ ഉള്ളൂ. നമ്മൾ കുഞ്ഞു പിള്ളേരാണ്. അപ്പം നമ്മൾ അവർക്ക് പാല് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ പാല് കുറവല്ലേ, അപ്പം പിന്നെ പാല് കൊടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ട് വരും. കണ്ടോ, ഇവനാണ് നമ്മൾ പാല് ഫസ്റ്റ് കൊടുക്കുന്നത്. കുടിക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ ഞാൻ ഇച്ചിരി നല്ല ഫോഴ്സ് എടുത്ത് കൊടുക്കും, കാരണം അവന്മാർക്ക് അറിയത്തില്ലല്ലോ, നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവന്മാർക്ക് ആരോഗ്യം കാണത്തില്ല, ജീവൻ നിലനിൽക്കണ്ടേ. അപ്പം നമ്മൾ അങ്ങനെ ഇങ്ങനെ പാല് കൊടുക്കുവാണ്. ഇത് നമ്മൾ പാൽപ്പൊടിയും വെച്ച് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അമ്മ എന്തോ, കുഞ്ഞു പിള്ളേരല്ലേ, ഇവർക്ക് അല്ലാതെ ആട്ടുംപാലൊക്കെ, പശുവും പാല്, പുറത്തുനിന്നുള്ള കവർ പാലൊന്നും ശരിയാവത്തില്ല. അപ്പം പാൽപ്പൊടിയിൽ വെളുത്തുള്ളി ചതച്ചിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നൊരു പാലാണ്. എന്തൊരു പാടാണെന്നറിയും പിള്ളേരെയൊക്കെ വളർത്തിയെടുക്കാനും. പക്ഷേ ഇവന്മാർക്ക് നല്ല സ്നേഹമുണ്ട് കേട്ടോ. നമ്മൾ എത്ര പാടുപെട്ട് വളർത്തിയാലും അതിൻ്റെ ഇരട്ടി സ്നേഹം ഇവന്മാർ നമുക്ക് തിരിച്ചു തരും കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം കുറച്ച് പിള്ളേരുണ്ട് ഇതുപോലെ. ഇപ്പം ഞാനിത് ഫുൾ കാണിക്കുന്നില്ല. ഇത് കണ്ട് ഇവനെ ഒരു കുപ്പി കൊടുത്ത് തീർത്തിട്ടുണ്ട്. ഞാൻ നമുക്ക് അവനെ വിട്ടേക്കാം. കണ്ടോ, ഭയങ്കര പുന്നരിച്ചും ഓമനിച്ചും ഒക്കെ ഞാൻ അവനെ അങ്ങ് വിട്ടു. നമുക്ക് അടുത്താക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി പാല് എടുക്കുവാണ്, ഒരു കുപ്പിയും കൂടെ എടുക്കുവാണ്. പിന്നെ ഇനി ഉച്ചയ്ക്ക് കൊടുക്കും, വൈകിട്ട് കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് നമുക്ക് പണി. നമുക്ക് ജോലി കഴിഞ്ഞ് വന്നാലും ഇതൊക്കെ തന്നെ പണി. സമയം പോകുന്നേ അറിയത്തില്ല കേട്ടോ. നല്ല രസമാണ് ഇവന്മാരുമായിട്ട് നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ. നല്ല സൂപ്പറാണ്. നമ്മുടെ വിഷമങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അടുത്തവനെ ഞാൻ എടുത്തു. പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അടുത്ത് തന്നെ പാല് കൊടുക്കുവാണ്. കുടിക്കാൻ ഇച്ചിരി മടിയാണ് ഇവന്മാർക്ക്, ഭയങ്കര മടിയാണ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇന്നാളൊരു ദിവസം ഒരു കൊച്ച് ആടിനെ കാണാൻ വന്നായിരുന്നു. ആടുജീവിതം കഴിഞ്ഞതിന് ശേഷം ആടിനോടൊക്കെ എല്ലാവർക്കും പ്രത്യേക ആടുജീവിതം. അപ്പോൾ അവർ അമ്മ പറഞ്ഞു, ആടുജീവിതം ഗോഡ് ലൈഫ് സിനിമ കഴിഞ്ഞ പിന്നെ അവൾക്ക് ആടിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഒരു കുഞ്ഞു കൊച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആടിനോട് ഭയങ്കര താലോലമായിരുന്നു. ശരിയാ കേട്ടോ. ഇവൻ ഭയങ്കര രസമാണ്. നമ്മുടെ വീട്ടിൽ ആടായാലും പശുവാണ്, നമ്മുടെ വീട്ടിൽ ഒരു മൃഗം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്നേഹം. അപ്പം അവനും ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ ഇവന്മാർക്കൊരു ചേട്ടനുണ്ടായിരുന്നു, അവനെ ഞാൻ ഇതുപോലെ വളർത്തി, അവനെ ഞാൻ കാണിക്കാം കേട്ടോ. ആശാൻ ഇപ്പം ഇത്രയേ ആയിട്ടുണ്ട്. ആശാന് ക്യാമറ കണ്ടതിൻ്റെ ഒരു ഇതാണ്. ഭയങ്കര കാര്യം കേട്ടോ എന്നോട്. ഇപ്പോൾ ഇവന് രാവിലത്തെയും വൈകിട്ടത്തെയും ഇവൻ തന്നെത്താനെ കുടിക്കും. പക്ഷേ ഇവന് ഉച്ചയ്ക്കത്തെ ഞാൻ കൊടുക്കണം, അല്ല അവന് ഒരു ചടങ്ങ് പോലെ വിഷമം. എനിക്കും ഒരു വിഷമമാണ് ഇവന് ഉച്ചയ്ക്കത്തെ കൊടുത്തില്ലെങ്കിൽ. ഉച്ചയ്ക്കത്തെ കഞ്ഞിവെള്ളം ഞാൻ ഇതുപോലെ കുപ്പിക്കകത്താക്കി കൊടുക്കും. അവനും ഒരു വിഷമമാണ്, എനിക്ക് ഒരു നേരത്തെയെങ്കിലും ചേച്ചി തരണം. 3 നേരത്തെ ഞാൻ കൊടുത്തായിരുന്നു വളർത്തിയത്. അത് കാരണം കണ്ടോ, അവനും വിഷമമാണ്. ഒരു നേരത്തെങ്കിലും എനിക്ക് ചേച്ചി തരണം എന്നുള്ള വാശിയാണ് അവന്. കണ്ടോ, അവൻ കുടിക്കുന്ന കണ്ടോ.
നമുക്കും ഒരു വിഷമമാണ്. കാരണം ഇവന്മാർക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്കും വിഷമമാണ്. കണ്ട നോക്കിയാൽ എന്ത് സ്നേഹമാണെന്ന് നോക്കിയാൽ. സത്യം പറഞ്ഞാൽ നമ്മൾ മൃഗങ്ങളോടൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളോട് സംസാരിക്കും. ഭയങ്കര സ്നേഹം കേട്ടോ. അതായത് എൻ്റെ ഡ്രസ്സ് ഇട്ട് വേറെ ആര് ചെന്നാലും അവന് മനസ്സിലാവും അവൻ അവരോടൊന്നും അടുക്കത്തില്ല. പക്ഷേ എന്നോട് മാത്രം അവൻ ഭയങ്കരമായിട്ട് അടുക്കും. അവൻ ഈ മൃഗങ്ങൾക്കൊക്കെ ഈ മണം അറിയാമെന്ന് പറയും. നമ്മളെപ്പോഴും കൂടെ നിൽക്കുന്നവരെ ശരിക്കും അറിയാം കേട്ടോ. കാരണം എൻ്റെ ഡ്രസ്സ് ഇട്ട് വേറെ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഏത് പിള്ളേരും എൻ്റെ ഡ്രസ്സ് ഇട്ട് ബന്ധുക്കളൊക്കെ പോയാലും അവൻ നല്ല ഇടി കൊടുക്കും. അങ്ങനെ അടുക്കത്തില്ല. അത് ഞങ്ങളുടെ എല്ലാ പിള്ളേരും അങ്ങനെ. പക്ഷേ ഞങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണ് അവന്മാർക്ക് പെട്ടെന്ന് അറിയാം കേട്ടോ. അടുക്കുകയും ചെയ്യും. ഞാൻ ഇടുന്ന ഡ്രസ്സ് പോലും ഇട്ടുകൊണ്ട് വേറെ ആരും ചെന്നാൽ അവൻ അടുക്കത്തില്ല. എന്നോടോട്ട് ഭയങ്കര കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ അങ്ങനെ ഒരു കുപ്പി കുടിച്ചു. ഇനി അടുത്ത് ഞാൻ ഒരു കുപ്പിയും കൂടെ അവന് കൊടുക്കുവാണ്. ഒരു നല്ല രസമാണ് കേട്ടോ. കാരണം എനിക്ക് എത്ര ദുഃഖം ഉണ്ടായാലും ഞാൻ കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടുകാരെക്കാളും കൂടുതൽ ഞാൻ സംസാരിക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഇവന്മാരോടാണ്. ഇത് നമ്മുടെ വീട്ടിലെ ലിക്വിഡ് വാങ്ങിച്ചൊരു കുപ്പിയാണ്. പക്ഷെ ഞാൻ നല്ല വൃത്തിക്ക് കഴുകിയിട്ടൊക്കെ എടുത്ത്. ഇപ്പോൾ കുറച്ച് നാളായി കഴുകിയിട്ടൊക്കെ നല്ല വൃത്തിക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ആ സോപ്പിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് കുറേ നാൾ ഞാൻ കഴുകി എടുത്ത കുപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല കുപ്പിയാണ്. പിന്നെ ഇച്ചിരി വലിയ കൊച്ചല്ലേ, മറ്റേ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്ന പോലെ ഇതിന് തികയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അതാകുമ്പോൾ അവനും പെട്ടെന്ന് കുടിക്കാമല്ലോ. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ലൈഫ്. കണ്ടില്ലേ, ഇതിലൊക്കെ സന്തോഷം കണ്ടെത്തിയാണ് ജീവിക്കുന്നത്. ഇതൊരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ മൃഗങ്ങളുള്ളവർക്കൊക്കെ ഇപ്പം ഞാൻ പറയുന്നതിനേക്കാൾ അവർക്ക് അനുഭവം കാണും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നല്ലൊരു ലൈഫാണ്. നമ്മുടെ വീട്ടിലൊരു മൃഗങ്ങളുണ്ടെങ്കിൽ എന്ത് രസം. ഞാൻ എല്ലാവരോടും പറയാണ്, നമ്മുടെ വീട്ടിലൊരു എന്തെങ്കിലും ഇപ്പം ഒരു ബേഡ്സ് ആണെന്ന് പറഞ്ഞാലും ഉള്ളത് ഏറ്റവും നല്ല കേട്ടോ. നമുക്കതൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ആട്ടും പിള്ളേരെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.